കർത്താവെ നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് തന്നെ ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് തന്നെ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങ് ഞങ്ങളുടെ വചനം വിഭാഗിച്ചു തരണമേ, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഇന്നത്തെ വചനഭാഗം ഞാൻ ആക്ച്വലി ഇന്നലത്തെ സൺഡേ സ്കൂളിന് പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ഞാൻ ആ പോർഷൻ വളരെ ധ്യാനിച്ചു. ആ പോർഷൻ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തില് യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് തിരിച്ചു വരുന്ന ഭാഗമാണ്. യാക്കോബ് പദ്ദൻഅരാമിൽ ലാബാന്റെ വീട്ടില് 20 വർഷമായിട്ട് താമസിക്കുക. 20 വർഷം മുമ്പാണ് ഒരു വടി വെച്ചിട്ട് ആ പദ്ദൻഅരാമിലോട്ട് പോയത്. അപ്പം ഒരു വടി മാത്രമായിട്ട് പോയ ലാബാൻ ഇപ്പൊ തിരിച്ച് ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെയും കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ 20 വർഷത്തിൽ ആക്ച്വലി ദൈവവുമായിട്ടുള്ള വലിയൊരു സമ്പർക്കം ഒന്നും ഇല്ല ലാബാനെ പറ്റി യാക്കോവിനെ പറ്റി നമുക്കറിയാം. യാക്കോവിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഉപായി അല്ലെങ്കിൽ ചതിക്കുന്ന ഒരു മനുഷ്യൻ അതായിരുന്നു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ എവിടേക്കോ എന്തൊക്കെയോ ദൈവത്തെ പറ്റി ഒരു ചിന്ത ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഹാർഡ് വർക്കർ ആയിരുന്നു. എന്നാൽ പോലും ഇങ്ങനെയായിരുന്നു. അപ്പം ഈ വചനത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെയാ, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, ഗോഡ് ഓഫ്, പക്ഷെ ദൈവത്തിന്റെ യാക്കോബ് ചതിയൻ, പക്ഷെ അല്ലെങ്കിൽ ഉബായി, അല്ലെങ്കിൽ അതേസമയം ദൈവം എങ്ങനെയാ, എ ഗോഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് വിത്തൗട്ട് ഇൻജസ്റ്റിസ് നമ്മൾ വായിക്കുന്നത്. എ ഗോഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തനായിട്ടുള്ള ദൈവം, നീതി മാത്രം പ്രവർത്തിക്കുന്ന ദൈവം, സ്നേഹവാനായ ദൈവം, ദയാലുവായിട്ടുള്ള ദൈവം. ഈ ദൈവത്തിന്റെ ദയ യാക്കോബിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അതാ നമ്മൾ ഇവിടെ കാണുന്നത്. ഫൈനലി യാക്കോബ് തിരിച്ച് സ്വദേശത്തേക്ക് വരാനായിട്ട് തീരുമാനിച്ചു. അതിൽ 32-ാം അധ്യായം എടുക്കാൻ നമുക്ക്. 32-ന്റെ 1-ാം വാക്യം അതിങ്ങനെയാ പറയുന്നത്. യാക്കോബ് തന്റെ വഴിക്ക് പോയി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് മനസ്സിലായി. ഇത് വായിച്ചപ്പോ ഞാൻ ഓർത്തു, ജേക്കബ് went on his way, the angels of God met him, and Jacob said when he saw them, this is God's camp, so he named that place Mahanaim. അതായത് ദൈവത്തിന്റെ വിശ്വസ്തത അവനെ പിന്തുടർന്നു. അവൻ പോകുന്നത് വളരെ പേടിയുള്ളതും ദുർഘടവുമായിട്ടുള്ള ഒരു വഴി കൂടെയാണ്. ഇത്രയും ആൾക്കാരെയും കൊണ്ടാണ് യാക്കോബ് പോകുന്നത്. ദൈവം തന്റെ ദൂതന്മാരെ, യാക്കോബ് ദൈവത്തെ പിന്തുടർന്ന് വിളിച്ചുകൊണ്ടിരുന്നേ ഇല്ലെങ്കിലും ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ചു. ഞാനപ്പോ ആലോചിച്ചു, നമ്മൾ പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ് നമ്മളെ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ദൈവം തന്നെ ദൂതന്മാരെ നമ്മുടെ വഴിയിൽ വെച്ചിട്ടുണ്ട്, നമ്മുടെ എല്ലാ യാത്രയിലും നമ്മളെ പിന്തുടരാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ ആഴ്ച 2 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഞാൻ ഓർത്തു, എങ്ങനെയാ ദൈവം ദൂതന്മാരെ വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ പോവായിരുന്നു. ഞാൻ കുറച്ച് പേരെ പിക്കപ്പ് ചെയ്യാനായിട്ട് ചർച്ചിലോട്ട്. ആ പോകുന്ന വഴിക്ക് റിവേഴ്സ് ചെയ്ത് പോവായിരുന്നു. അവരുടെ വഴിയുടെ അടുത്തെത്തി. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു അശ്രദ്ധയായിരിക്കാം, ഞാൻ വലിയൊരു ശബ്ദം കേട്ടു. ഞാൻ എവിടെയോ പോയി ഇടിച്ചു. ഞാൻ തന്നെ അങ്ങ് സ്റ്റണ്ടായി പോയി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വണ്ടി തിരിച്ച് മുമ്പോട്ട് എടുക്കാൻ നോക്കിയാൽ വണ്ടി അനങ്ങുന്നില്ല. ഞാൻ അവിടുന്ന് ഞാൻ വിഷമിച്ചില്ല. ഞാൻ ഓർത്തു, കർത്താവ് ഉണ്ടല്ലോ കൂടെ. ഞാൻ കാറിനോട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴ് ആ വഴിയിലുണ്ടായിരുന്ന ഒരു വലിയ പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ്, ആക്റ്റീവായിട്ടൊരു പോസ്റ്റ്. അത് മുഴുവൻ വയറുമാ. അതേലാ പോയി ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യം പറയാം, ഞാൻ വിഷമിച്ചില്ല, ഞാൻ പാനിക് ചെയ്തില്ല. കർത്താവ് എന്റെ അശ്രദ്ധ ആയിരിക്കുമല്ലോ വന്നത്, ഞാൻ തിരക്ക് പിടിച്ചുകൊണ്ടായിരിക്കും വന്നത്. പക്ഷെ പക്ഷെ എനിക്ക് കാർ എങ്ങനെ എടുക്കണം എന്നറിയത്തില്ല. കാരണം കാർ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും, അതും പോസ്റ്റേല്. അകത്തോട്ട് കയറാൻ തന്നെ പേടി. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴ് ഈ കാറ് തന്നെ ഉരുണ്ട് ഇച്ചിരി മുമ്പോട്ട് വന്നു. എനിക്കത് വിശ്വസിക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു, കർത്താവെ, ദൈവദൂതന്മാരാണല്ലോ ഇത് ചെയ്യുന്നത്. കുറച്ച് ഉരുണ്ട് മുമ്പോട്ട് വന്നു.
ഞാൻ പെട്ടെന്ന് അകത്ത് കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ എനിക്ക് പോയി എന്റെ ജോലി ചെയ്ത് ആരാധനയ്ക്ക് സമയത്തിന് തന്നെ എത്താൻ പറ്റി. ഞാനപ്പോ ഓർത്ത് ദൈവദൂതന്മാരെ എങ്ങനെയാ വെച്ചിരിക്കുന്നത്. യാക്കോബിന് ഇവിടെ ഉണ്ടായ അതേ സംഭവം തന്നെയാ. ഞാൻ പിന്നെ ഈ ഭാഗം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് തിരക്ക് പിടിച്ച് രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ആ ഇറങ്ങിയ സമയത്ത് ഞാന് അതും തിരക്ക് പിടിച്ചതിന്റെ ഭാഗമായിരിക്കാം, ഞാൻ ആക്ച്വലി വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എന്റെ ചെരുപ്പ് ഒന്ന് മടങ്ങി ഞങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഭയങ്കര സ്പീഡിൽ വന്ന് ആ വെളിയിൽ മുറ്റത്തോട്ട് വീണു. ഫുള്ളായിട്ട് വീണു. ആക്ച്വലി മോള് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വീഴുന്നത്. ആക്ച്വലി വലിയൊരു വീഴ്ചയായിരുന്നു. ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ ഫ്രാക്ചർ ആകാം. ഞാൻ ഒരു പോറല് പോലും ഏൽക്കാതെ ചാടി എഴുന്നേക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഓർത്തു എങ്ങനെയാ ദൈവം ദൂതന്മാരെ വെച്ച്. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു വാക്യം ഇതായിരുന്നു, ദൈവത്തിന് ഇനിയും എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ആ വാക്യം പെടുന്ന കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് ഞങ്ങൾ ചേർച്ചില് മെസ്സേജില് പ്രിയ സഹോദരൻ പറഞ്ഞ വാക്യം, ലോർഡ് ഹാസ് നീഡ് ഓഫ് ദം. അതിനകത്ത് അമ്മ കഴുതയും അതുപോലെ ചെറിയ കുഞ്ഞു കഴുതയും ഉണ്ട്. അമ്മ കഴുതയും ലോർഡ് ഹാസ് നീഡ് ഓഫ് ദം എന്നാ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 1 മിനിറ്റ് ബാക്കി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതും കൂടെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയാൻ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ജീവിക്കാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുക. സോ ഇവിടെയും അതുപോലെ ഏഞ്ചൽസ് ഓഫ് ഗോഡ് മെറ്റ് ഹിം. അപ്പൊ ഞാൻ ഓർക്കുക, എന്തെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവ സന്ധിയിൽ ജീവിക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ജീവിക്കാം. സോ ഓക്കെ, ആക്ച്വലി അതല്ല എന്റെ മെയിൻ വിഷയം. ഞാൻ താഴോട്ട് വരുമ്പോൾ അപ്പൊ ഈ യാക്കോബ് പോകുന്നത് വളരെ പേടിച്ച ഒരു രീതിയിൽ ഏശാവിനെ മീറ്റ് ചെയ്യാനായിട്ടാ പോന്നെ. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, 32-7. ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു. ഏശാവ് 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയപരവശനായി. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ പേടിച്ച് ഗ്രേറ്റ്ലി എഫ്രൈഡ് ആൻഡ് ഡിസ്ട്രസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യാക്കോബ് ഈ ഏഞ്ചൽസ് ഒക്കെ കൂടെ കണ്ടു, അവർക്ക് ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. എന്നാൽ പോലും യാക്കോബ് വളരെ ആ ബ്രദർ ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് വളരെ ഇത്രയും വലിയ ധൈര്യമുള്ള യാക്കോബ, ഇത്രയും വലിയ 20 വർഷം അവിടെ സേവിച്ച മനുഷ്യനാ, പക്ഷെ അയാൾക്ക് വളരെ ഭയപരവശനായി പേടിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ വലിയ ചില സാഹചര്യങ്ങൾ വരും. നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ ഇന്നത്തെ ജീവിതം നമ്മൾ ഫേസ് ചെയ്യും, എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്തും എന്നുള്ള പേടി നമുക്ക് വരും. പേടിച്ച് ഭയപരവശനായി യാക്കോബിനെ പറ്റി പറയുന്നത്. ഇത്രയും വലിയൊരു സൈന്യത്തിന്റെ നേതാവാ യാക്കോബ്, പക്ഷെ പേടിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ വരാം. ആ സമയത്ത് യാക്കോബ് കുറെ നാള് മറന്നുപോയൊരു കാര്യം ചെയ്തു. 9-ാമത്തെ വാക്യം, പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്. അതാണ് ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും എല്ലാ കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ ബാക്കിയെല്ലാം ചെയ്യും, പക്ഷെ പ്രാർത്ഥിക്കാൻ അങ്ങ് മറന്നുപോകും. ഏതായാലും യാക്കോബ് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ഓർത്തു. പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് വായിക്കാം. ഞാൻ വളരെ എൻകറേജ് ചെയ്തൊരു കാര്യമാണ്. 9 തൊട്ട് താഴോട്ട് വായിക്കുക. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവുമായിട്ടുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട്. ആക്ച്വലി യാക്കോബ് ഇപ്പോഴത് ഓർത്തത്. ദൈവം പറഞ്ഞ കൽപ്പന യാക്കോബൊക്കെ മറന്നുപോയായിരുന്നു 20 വർഷം കഴിഞ്ഞപ്പോ ഓർത്തിട്ട്. പക്ഷെ അത് തന്നെ യാക്കോബ് പറയുന്നേ, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാതെ കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. ഞാൻ ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് എന്തൊക്കെയാണ് സംഭവിച്ചത്. ഭയപരവശം ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് യാക്കോബ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്തുവാ ചെയ്തത്? ദൈവത്തിന്റെ പ്രോമിസസ് ഓർത്ത്.
ഇത്രയും നാളും താൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. പെട്ടെന്ന് തന്റെ ഓർമ്മയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഓർമ്മിക്കാനായിട്ട് അവനൊരു അവസരം കൊടുത്തു. ഞാൻ ഓർക്കുക, ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളായിരുന്നു യാക്കോബിന്. നമുക്കോ ഇന്ന് ദൈവവചനം നമ്മുടെ മുമ്പിലുണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും എടുത്ത് വായിക്കാം. ദൂതന്മാരെ വെച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബിന് അതൊന്നും അറിയത്തില്ലായിരുന്നു. പണ്ട് താൻ വന്നപ്പോ ദൂതന്മാരുടെ കാര്യം ഓർത്തു. ഇപ്പൊ പിന്നെയും ദൂതന്മാര്, അപ്പൊ ദൈവത്തിന്റെ വചനം ഓർത്തു. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടിക്കലായിട്ട് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് യാക്കോബ് നമുക്കവിടെ ദൃഷ്ടാന്തം കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേ ജീവിച്ചില്ലായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യം, എപ്പോ വിളിച്ചാലും അടുത്ത് വരുന്ന ദൈവം, വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറയുന്ന ദൈവം. രണ്ട് കാര്യങ്ങള് യാക്കോബ് ചെയ്തു. ഒന്ന്, താൻ പ്രാർത്ഥിച്ചു. രണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്തു. അവിടെ ഇരുന്ന് യാക്കോബ് ഓരോന്നായിട്ട് പറയുക, കർത്താവെ അങ്ങ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ ഓർക്കുക ഇപ്പോഴ് എന്ന് പറഞ്ഞു. ദൈവം മറന്നിട്ടില്ല. യാക്കോബാണ് ഇടയ്ക്കൊരു മറവി സംഭവിച്ചത്. നമ്മുടെ സാഹചര്യങ്ങളിലും അങ്ങനെ തന്നെയാ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. ദൈവം പറയുക, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമാകും എന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യും. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അത് വിശ്വസിച്ചിട്ട് അങ്ങ് സമാധാനമായിട്ടിരുന്നാൽ മതി. ദൈവത്തിന്റെ വേല ചെയ്യും. ദൈവത്തിന്റെ വേല നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. താഴോട്ട് വരുമ്പോൾ എനിക്ക് ആ ഇംഗ്ലീഷിലൊരു വാക്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു. 12-ാം വാക്യം, ഫോർ ദൗ ഡിഡ്സ്റ്റ് സേ, അങ്ങ് പറഞ്ഞല്ലോ. നമുക്കും നമ്മുടെ വാക്യം സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം എടുത്തിട്ട് ഇങ്ങനെ പണ്ട് FB മേയർ ചെയ്ത പോലെ ഈ വചനത്തിലോട്ട് ഒരു ഫിംഗർ വെച്ചു, ദൈവമേ അങ്ങ് ഈ ഫിംഗർ വെച്ചിട്ട് ഇവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ തിരിച്ച് താഴോട്ട് വരാം. അതിന്റെ 24-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം. ഇപ്പം ഇതെല്ലാം യാക്കോബിന്റെ സ്വഭാവം പക്ഷെ മുഴുവനായിട്ട് മാറിയില്ല ഈ പ്രാർത്ഥിച്ചെങ്കിലും. യാക്കോബ് പിന്നെയും വാഗ്ദത്തം ഒക്കെ ഓർത്തെങ്കിലും യാക്കോബ് തന്റെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കീമിങ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ചുപേരെ അങ്ങോട്ട് വിടുന്നു, കുറച്ചുപേരെ ഇങ്ങോട്ട് വിടുന്നു. എല്ലാം കഴിഞ്ഞിട്ട് താൻ മാത്രം ശേഷിക്കുന്നു. താൻ ഇപ്പോഴും എങ്ങനെയൊക്കെ ഈ യേശാവിനെ ഉപായത്താൽ ചെയ്യാൻ നോക്കുക. പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ, പദ്ധതി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവം ഓൾറെഡി യേശാവിന്റെ ഹൃദയത്തെ മാറ്റിയിരുന്നു. 24-ാം വാക്യം വായിക്കാം. 24. അപ്പോൾ 23, അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്താന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേര് ചോദിക്കുന്ന എന്താന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഞാൻ ഈ ഭാഗം പിന്നെയും ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ കർത്താവ് തന്ന ചില ചിന്തകൾ, അതായത് ഈ യാക്കോബ് നമ്മുടെ കൂട്ട് തന്നെ ഉള്ളൊരു മനുഷ്യൻ, അതായത് പല രീതിയിലും ദൈവത്തെ മറന്നു ജീവിക്കുകയും മനുഷ്യരെ സ്കീം ചെയ്ത് കളിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന സ്വഭാവമുള്ളൊരു മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യനെ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് മറന്നെങ്കിലും ദൈവം അവനെ തന്റെ പ്രോമിസസ് ഓർപ്പിച്ചു. അവനത് ദൈവത്തോട് തിരിച്ചു പറഞ്ഞു. പക്ഷെ എന്നിട്ട് ദൈവം അവനുമായിട്ട് മല്ല് പിടിക്കുക. മല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത്, അവൻ ദൈവത്തിന് വേണമെങ്കിൽ ഈ തൊടയിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു തൊടാൻ നേരത്തെ ചെയ്യായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. ദൈവം ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ ഇവനോട് മല്ല് പിടിക്കുക. പക്ഷെ ഇവന്റെ ദൈവവും ആ മല്ല് പിടുത്തം ആ ഡേ ഫുൾ നൈറ്റ് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ദൈവം തൊട്ടപ്പോൾ അവന് മനസ്സിലായി ദൈവമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തില് നമ്മൾ പിന്നെയും റിബൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ദൈവം ചില സാഹചര്യങ്ങൾ കൊണ്ടുവരും. ആ സാഹചര്യങ്ങൾ കാണുമ്പം നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, ഉൾക്കണ്ണ് തുറന്നാൽ നല്ലതാ. അയ്യോ ദൈവമാണല്ലോ. അത് യാക്കോബിന് മനസ്സിലായി.
ദൈവമാണല്ലോ എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ അവൻ ദൈവത്തോട് മല്ല് പിടിക്കാനല്ല, ഹി ക്ലങ് ടു ഗോഡ്. വിട്ടില്ല, എന്നെ ബ്ലസ് ചെയ്യാതെ വിടത്തില്ല എന്ന് പറഞ്ഞു. ദൈവം നമ്മൾ അതാ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മല്ലുപിടുത്തം എല്ലാം നിർത്തിയിട്ട് ദൈവത്തോട് ക്ലിങ് ചെയ്ത് ദൈവത്തോട് ഒട്ടി നിന്നുകൊണ്ട് ദൈവത്തോട് കർത്താവെ എന്നെ അങ്ങ് അനുഗ്രഹിച്ചല്ല ഞാൻ വിടത്തില്ല. ആക്ച്വലി നമ്മൾ ഈ പഴയ നിയമകാലത്തിലെ പോലത്തെ ഒന്നും വേണ്ടല്ലോ. ഇന്ന് പുതിയ നിയമകാലത്തിൽ നമ്മൾ വാഗ്ദത്തങ്ങൾ നമുക്ക് എഴുതി തന്നിട്ട് നമ്മളെ വിശ്വസിച്ച് റെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ യാക്കോവിന്റെ അക്കാര്യത്തിലൂടെ തിരിച്ചു വന്നോട്ടെ. ഈ ഉപായിയായ യാക്കോവിന് ദൈവം ഒരു പുതിയ പേര് കൊടുത്തു, ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രഭു, പ്രിൻസ് വിത്ത് ഗോഡ്. ഞാൻ ഓർക്കുക, ദൈവം നോക്കിയിരിക്കുക നമ്മുടെ റിബല്യനില്, നമ്മൾ ദൈവത്തോട് മല്ലു പിടിക്കുന്നതിൽ നിന്ന്, നമ്മൾ അനുസരണക്കേടില്, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, കർത്താവ് പറയാ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുക. ദൈവത്തെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസൊബേ ചെയ്യുക. ആങ്ഷ്യസ് ആവണ്ട, വ്യാകുലപ്പെടേണ്ട എന്ന് പറയുമ്പോൾ വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മളും കൂടെ ഒരു നിമിഷം കൊണ്ട് തിരിച്ച് ദൈവത്തിന്റെ ഇല്ല കർത്താവെ ഞാൻ വിഷമിക്കത്തില്ല, ഞാൻ നിന്നിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞൊന്ന് വരാനായിട്ട് ദൈവം വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ദൈവം നമുക്ക് പുതിയ പേര്, പ്രിൻസ് വിത്ത് ഗോഡ്. ഒരു രീതിയിലും ബന്ധമില്ലാത്ത കാര്യമാണ്. ഒരു വെറും പ്രിൻസ് ആണ് ശരി, പ്രിൻസ് വിത്ത് ഗോഡ് എന്ന്. കാരണം ഇനിയും ദൈവം അവനെ ബഹുജാതികൾക്ക് പിതാവാക്കാൻ പോവുക. എന്തൊരു ദൈവമാ! ദൈവത്തിന്റെ വിശ്വസ്തത മാറിയില്ല, ദൈവത്തിന്റെ വാഗ്ദത്തം മാറിയില്ല. യാക്കോബ് ദൈവത്തെ മറന്ന് 20 വർഷം ജീവിച്ചെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തത മാറിയില്ല. ഗോഡ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് വിത്തൗട്ട് ഇൻജസ്റ്റിസ്. എന്നിട്ട് യാക്കോബിന്റെ ഇവിടുത്തെ ചില ഗുണങ്ങൾ നമുക്ക് അനുകരിക്കാനായിട്ട് നോക്കാം. അതായത് ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തെ വിടാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. അത് കഴിഞ്ഞ് ദൈവത്തോട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുക. 29, എനിക്ക് നിന്റെ പേര് പറഞ്ഞു തരാമോന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാ പേര്? ഹി ബ്ലെസ്ഡ് ഹിം ദേർ, അവനെ അനുഗ്രഹിച്ചു. അതായത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ദൈവത്തെ വിടാൻ പോകുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നുള്ള ദൈനംദിന കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ഓടി വന്ന് ദൈവസന്നിധിയിൽ വായിക്കും. ഞാൻ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയ തീരുമാനം എടുക്കണമായിരുന്നു. എനിക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ രണ്ടിനും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഞാൻ ഓടി വന്ന് എന്റെ മുറിയിൽ ഇത് ലേറ്റ് നൈറ്റ് ഒരു 11 o'clock ആയി. ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് കർത്താവ് ഓർമ്മ വെച്ച് വന്നു, നിനക്ക് തീരുമാനം എടുക്കാനായിട്ട് നിന്റെ മേലെ ഞാൻ ഒരാളെ ആക്കിയിട്ടില്ലേ, നിന്റെ ഭർത്താവ്. ആ ഭർത്താവിനോട് ചോദിക്കുക, അദ്ദേഹമാണ് ഞാൻ ഹെഡായിട്ട് വെച്ചിരിക്കുന്നത്, അദ്ദേഹം നിനക്ക് പറഞ്ഞു തരും. ഞാൻ അത് തന്നെ ചെയ്തു. എന്താ ചെയ്യേണ്ടത്? എനിക്ക് അതിനുള്ള വിസ്ഡം ഇല്ല, പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരുമിച്ച് കുറെ നേരം ആലോചിച്ചു. അത് കഴിഞ്ഞ് സാൻചാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ അത് തന്നെ അങ്ങനെ അനുസരിച്ചു. ഇതാ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഭർത്താവിനെ ഹെഡായിട്ട് വെച്ചിരിക്കുന്നത് ഒരു പ്രയാസം, എല്ലാ കാര്യത്തിലും ഒരു ലീഡർഷിപ്പും ഒരു ഫങ്ഷണൽ റോളിനും വേണ്ടിയാണ്. ഞാൻ പറയാൻ വന്നത്, തിരിച്ച് ദൈവവചനത്തിലോട്ട് വരുമ്പോൾ ദൈവം അതിനുള്ള ആൻസർ തരും. ഞങ്ങളുടെ ഇൻഡിസിഷൻ ഒരു തീരുമാനമായി. ദൈവം വിസ്ഡം തന്നു, ഒരുമിച്ച് സമാധാനമായിട്ട് ഒരു തീരുമാനം എടുത്തു ദൈവവചനം. അപ്പം ഇവിടെ യാക്കോബ് പക്ഷെ അന്ന് അത്രയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. നമുക്ക് അനുഗ്രഹം എല്ലാ സമയവും നമ്മുടെ കയ്യിലിരിക്കുവോ വചനത്തിനകത്ത്. അത് കഴിഞ്ഞ് യാക്കോബ് എന്ത് ചെയ്തു? ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് നശിച്ചു പോയില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. തനിക്കൊരു ഓർമ്മയ്ക്കായിട്ട് ദൈവം അവനൊരു ഓർമ്മയും കൊടുത്തു. എന്താ ഓർമ്മ? തന്റെ കാല് ഉളുക്കി. അത് നന്നായി. കാരണം പിന്നെ അത് കഴിഞ്ഞ് ഉള്ള യാക്കോബിന്റെ ജീവിതം നോക്കിയാൽ ദൈവത്തെ മറന്ന ഒരു ജീവിതം അല്ലായിരുന്നു. എപ്പോഴും ദൈവത്തെ ഓർത്തൊരു ജീവിതമായിരുന്നു. ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചില പെനിയേൽസ് ആവശ്യമാ, ഇങ്ങനത്തെ ചില ഒരു ഉളുക്ക് ആവശ്യമാ. ഏതെങ്കിലും ഒരു നമ്മൾ വിചാരിക്കും, എന്തിനാ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നത്? അത് വന്നത് നന്നായി. അതുകൊണ്ട് എല്ലാ സമയത്തും ദൈവത്തിന്റെ വിടുതലും ദൈവത്തെ ഓർക്കാനും ദൈവം ഇടയാക്കുക. നമുക്ക് ദൈവസന്നിധിയില് തലകളെ കുനിക്കാം. നമ്മൾ പഠിച്ചത് നമുക്ക് ഓർക്കാം. നമ്മൾ എവിടെ പോയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പേടി എന്നൊരു കാര്യം നമ്മുടെ വൊക്കാബുലറിയിൽ വേണ്ട. കാരണം ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് കാവലായിട്ട് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം അത്. പക്ഷെ നമ്മളത് വിശ്വസിച്ചില്ലെങ്കിൽ അത് നടക്കത്തില്ല. നമ്മൾ കർത്താവിന്റെ വചനം വിശ്വസിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭയപരവശമാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയി കാണും കുറെ വർഷങ്ങളായിട്ട്. പക്ഷെ യാക്കോബ് ചെയ്ത ബുദ്ധി പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കാം.
ആ വാഗ്ദത്തം അങ്ങ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങ് അത് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ വിടുതൽ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോടെ എന്റെ വഴി തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് മല്ല് പിടിച്ച് ജീവിച്ച് കാണും. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ചിന്തിച്ച് കാണും. പക്ഷെ ദൈവം നമ്മളെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ ഒന്ന് തൊടും. നമ്മുടെ ദൈവം നമ്മളെ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം തൊട്ടതാന്ന്. ദൈവം തൊടുന്ന എന്തിനാണെന്നറിയാമോ? പിന്നെ നമ്മൾ ഒരിക്കലും ദൈവത്തെ വിട്ട് പോകാതിരിക്കാനായിട്ടാ. ദൈവത്തോട് പറ്റിച്ചേർന്നെന്ന് കർത്താവെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങയുടെ വചനത്തിലോട്ട് ഞാൻ പിന്നെയും പിന്നെയും വരും. എനിക്ക് അറിയാൻ വയ്യാത്ത സമയത്ത് കർത്താവ് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരണമേ. കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഞാൻ ഓർക്കുന്നു, അതങ്ങ് നിവർത്തിക്കാൻ പോകുന്നതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. ആ രീതിയിൽ യാക്കോബിന്റെ ഒരു പെനിയേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എല്ലാ ദിവസവും പെനിയേലുണ്ട്. ദൈവത്തെ മുഖാമുഖമായി കാണാനായിട്ട് ദൈവം നമ്മുടെ കയ്യിൽ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരെ, യാക്കോബിനെക്കാട്ടിലും എത്ര ഇൻഫിനിറ്റി മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാ നമുക്ക് ഭാഗ്യം ചെയ്തവരാ നമ്മൾ. കാരണം ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ കൊണ്ടു നമ്മളെ വായിക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഗോഡ് വാണ്ട്സ് ടു സീ us എവറി ഡേ ഫേസ് ടു ഫേസ്. അതിന് നമുക്ക് ദൈവത്തിനൊരു സമയം കൊടുക്കാം എന്ന് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം? കർത്താവേ, പ്രാവശ്യം കൂടെ അങ്ങനെ പാത്തു വന്ന് നമ്മുടെ വചനം കേൾക്കാൻ തന്ന സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുവാൻ സഹായിക്കണം. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളിന്മേൽ കർത്താവെ അങ്ങയിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ കേട്ട വചനം ഞങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്നുകൂടി എല്ലാ പെട്ട സ്തോത്രം കർത്താവെ, കുറവുകളൊക്കെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും അങ്ങിൽ നിന്ന് അനുസരണ അങ്ങ് പറഞ്ഞ കാര്യം വിശ്വസിക്കാതിരിക്കുന്ന, അങ്ങിൽ ആശ്രയിക്കാതിരിക്കുന്ന കുറവുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാമിക്ക് കൊടുത്ത വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പൊ ഞങ്ങൾ പിരിയുന്ന കർത്താവ് പിരിയാത്ത സാന്നിധ്യം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ പറ്റിച്ചേർന്നെപ്പോഴും അങ്ങേ മുൻനിർത്തി അങ്ങയുടെ വഴി ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാൻ, അങ്ങയുടെ വഴി കണ്ടുകൊണ്ട് അതിൽ ഇതാകുന്ന വഴി എന്നുള്ള അമ്പസ്വരം കേട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥന പല കാര്യത്തിൽ ഞങ്ങളിപ്പം പിരിയാത്ത സാധനങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാവരും കേൾക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.